ഇന്ന് രാവിലെ നമ്മൾ കാണുന്ന വാർത്ത ഒരിക്കലും മനസ്സിനോ അല്ലെങ്കിൽ ശരീരത്തിനോ ഒരു തരത്തിലുള്ള സുഖവും തരാത്തൊരു വാർത്ത അല്ലേ. ഡൽഹി ലാൽക്കില, അതായത് റെഡ് ഫോർട്ട്, അതിൻ്റെ അടുത്ത് ചാന്ദിനി ചൗക്കിൻ്റെ അടുത്ത് നടന്നിട്ടുള്ള ഈ ഒരു വലിയ ബ്ലാസ്റ്റ് ഒരുപാട് 8-9 പേരുടെ ജീവനെടുത്ത് ഒരുപാട് ആളുകളുടെ എന്താ പറയുക പരിക്ക് പറ്റി, ഒരുപാട് പേര് ഇനിയും ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ ഒരു വാർത്ത ഒരു രീതിയിലും നമുക്ക് ഒരു തരത്തിലും സുഖം തരാത്തൊരു വാർത്തയാണ്. ഇത് കണ്ട സമയത്ത് നമ്മൾ ഇപ്പം പലവട്ടം ആ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ അവിടെ ചെന്ന ആളുകൾക്കറിയാം, ഈ ചാന്ദിനി ചൗക്കിൽ നമ്മൾ വന്ന് ഈ ലാൽക്കിലയുടെ അടുത്തോട്ട്, അതായത് റെഡ് ഫോർട്ടിൻ്റെ അടുത്തോട്ട് വരുന്ന ആ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ജനങ്ങൾ തിങ്ങി നിരന്ന് നിൽക്കുന്ന സ്ഥലമാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും ഒരു 100 മടങ്ങധികം ആളുകളുടെ സ്ഥലമാണ്. അവിടെ വന്ന് ഇത്തരത്തിലുള്ളൊരു ബ്ലാസ്റ്റ് ചെയ്യുക എന്നുള്ളത്, ഒരു ചാവേറായിട്ട് വന്നിട്ട് ഒരു വണ്ടിക്കകത്ത് നിറച്ച് സ്ഫോടക വസ്തുക്കളായിട്ട് അവിടെ വന്ന് ഇത്തരത്തിലൊരു ബ്ലാസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതും നമ്മുടെ തലസ്ഥാന നഗരി, നമ്മുടെ പൈതൃകങ്ങളൊന്നായിട്ടുള്ള റെഡ് ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് ഇത്തരത്തിലുള്ളൊരു ഒരു പ്ലാൻ ചെയ്തിട്ടൊരു അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കൂടെ പറ്റാത്ത കാര്യങ്ങളാണ്. ഇത്രത്തോളം നമ്മൾ പേടിക്കണം നമ്മുടെ രാജ്യത്ത് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നടക്കുമ്പം എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. ചില ആളുകൾ ചില വീഡിയോയുടെ താഴത്തുള്ള കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു, ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനോട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ. ഒരിക്കലുമില്ല. ബീഹാറിലെ തെരഞ്ഞെടുപ്പും ഇതും തമ്മിൽ ചിലപ്പം മീഡിയ അറ്റൻഷൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരിക്കും. ആ മീഡിയ അറ്റൻഷൻ പോകുന്ന സമയത്ത് ചില തിരിമറികളൊക്കെ അവിടെ നടത്താൻ പറ്റും. പക്ഷെ ഒരിക്കലും ആ ഒരു ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലിപ്പോൾ പിടിച്ചിട്ടുള്ളതും. അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണോ ആരെയാണോ അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഫരീദാബാദ് പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഡോക്ടർ ഉമ്മർ, അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സ്, 2-3 ഡോക്ടേഴ്സിനെ, ഡോക്ടർ സൽമാനോ പേര് മറന്നുപോയി, ഈ 2-3 ഡോക്ടേഴ്സിനെ തന്നെ അവർ നമ്മുടെ കേന്ദ്ര ഇൻ്റലിജൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് എന്താ പറയുക സ്ഫോടക വസ്തുക്കളും RDX പോലത്തെ പിസ്റ്റളുകളും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. 350 കിലോഗ്രാം RDX പിടിച്ചെടുത്തു എന്നാണ് ഇന്നലത്തെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും, സ്പെഷ്യലി ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ പല ഭാഗത്തും സ്ഫോടന പരമ്പരകളാണ് ഇവർ ആസൂത്രണം ചെയ്തത് എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇന്നലെ പകൽ സമയത്ത് നമ്മൾ 1-2 വാർത്തകൾ കണ്ടിരുന്നു. അപ്പം നമുക്കറിയാം എന്തോരം നടക്കാൻ പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇത്രയും കിലോഗ്രാം കണക്കിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറഞ്ഞോ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടാവും എന്നുള്ളൊരു കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ 9 പേരുടെ ജീവനും മറ്റ് പലതും നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് നമുക്ക് എത്തി. ഇതിൽ നമ്മൾ ഈ സമയത്ത് ഗവൺമെൻറ്റിനെ കുറ്റം പറയാതെ, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ മറ്റുള്ള ജാതി മതം ഇതൊന്നും എടുത്തിട്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കുന്നതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇതിൽ ഭീകരവാദി ആക്രമണം ഉണ്ടെങ്കിൽ അവൻ്റെയൊക്കെ അടിവേരിളക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നേ വേണ്ടത്. പക്ഷെ നമ്മളെക്കൊണ്ട് ഇതൊന്നും തടുക്കാൻ പറ്റുന്നില്ല. അത് വർഷങ്ങളായിട്ട്, അതിന് കോൺഗ്രസ് ഭരിച്ച സമയത്താണെങ്കിലും BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ബാക്ക് ടു ബാക്ക് ഓരോ ഇടവേളകളിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ് അതിൻ്റെ ഒരു എഫക്റ്റ് ഇതുവരെ മാറാത്ത, അതിന് തിരിച്ചടി കൊടുത്ത്, ഓപ്പറേഷൻ സിന്ദൂരായിട്ട് നമ്മൾ തിരിച്ചടി കൊടുത്ത് എങ്കിലും അതിൻ്റെ എഫക്റ്റ് മാറാണ്ട് അതിൻ്റെ ബാക്കി പത്രം എപ്പം വേണമെങ്കിലും ഈ പറഞ്ഞ സംഘടനകൾ ഇവിടെ അഴിച്ചുവിടും എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. ഒരു 1 ഇയർ പോലും ഇത് ക്രോസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ സുരക്ഷ എത്രത്തോളം, പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനത്ത് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ, ഇതുപോലെ റെഡ് ഫോർട്ട് പോലുള്ള സ്ഥലങ്ങളുടെ അടുത്തുള്ള നമ്മുടെ രാജ്യ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളും ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ് അല്ലേ. അവിടെ തന്നെ ചില വീഡിയോസൊക്കെ കണ്ടു. ചില സ്ഥലങ്ങളിലെ ചില ഭാഗത്ത് മനുഷ്യൻ്റെ, അതായത് 300ഓളം മീറ്റർ ദൂരത്തോട്ടൊക്കെ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തെറിച്ച് കിടക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടു. അതുപോലെ ചില വണ്ടികളുടെ അവശിഷ്ടങ്ങൾ എത്ര ദൂരത്തോട്ടാണ് പൊട്ടിത്തെറിച്ച് വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ഭയാനകമായിരിക്കും. അതായത് 1 മിനിറ്റ് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ പലരും ഇതുപോലെ ചിന്നിച്ചിതറി പല ഭാഗത്തോട്ട് തെറിച്ച് പോയിട്ടുള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെ ചില ചോദ്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നതല്ല, പക്ഷെ ചില ചോദ്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പിന്നാലെ ഉയർന്നു വരുന്നുണ്ട്. അതിന് ചില ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണത്. प्रधानमंत्री जी बताइए, ये जो आतंकवादी है, ये नक्सलवादी है, उनके पास शस्त्र और बारूद कहां से आता है? सीमा सुरक्षा बल आपके कब्जे में है, जो आपके कब्जे में है उसको तो संभालो, और जो विदेश से बारूद आता है, शस्त्र आते हैं, आतंकवादियों के पास पहुंच जाते हैं, उसको तो रोको। जवाब नहीं है। मैंने उनको दूसरा सवाल पूछा, हमने कहा आतंकवादियों के पास धन आता है, हवाले से आता है,
पूरा मनी ट्रांजैक्शन का कारोबार भारत सरकार के कब्जे में है, आरबीआई के अंडर में है, बैंकों के माध्यम से होता है। क्या प्रधानमंत्री आप इतनी निगरानी नहीं रख सकते कि ये जो धन विदेश से आकर के आतंकवादियों के पास जाता है आपके हाथ में है, राज्य उसमें कहीं बीच में नहीं आते, आप उसको क्यों नहीं रोकते हैं, क्यों नहीं पकड़ पाते हो, आप उसके लिए क्या करना चाहते हो? मैंने तीसरा सवाल उनको पूछा कि विदेशों से घुसपैठ ही आते हैं, घुसपैठ से आतंकवादियों के रूप में आते हैं, आतंकवादी घटनाएं करते हैं, भाग जाते हैं। प्रधानमंत्री जी आप मुझे बताइए, सीमाएं आपके हाथ में है, कोस्टल सिक्योरिटी आपके हाथ में है, बीएसएफ सेना सब आपके हाथ में है, नेवी आपके हाथ में है, ये विदेश से घुसपैठ के कैसे घुस जाते हैं, आतंकवादी विदेशों से यहां कैसे घुस जाते हैं? आप जवाब दीजिए, व्यवस्था आपके पास है, उनके पास जवाब नहीं था। मैंने चौथा सवाल पूछा, मैंने उनसे पूछा प्रधानमंत्री जी बताइए, सारा कम्युनिकेशन भारत सरकार के अंडर में है, कोई भी अगर टेलीफोन पे बात करता है, ईमेल भेजता है, कोई भी कम्युनिकेशन करता है, भारत सरकार उसको इंटरप्ट कर सकती है, इंटरप्ट कर करके जानकारियां पा सकती है कि आतंकवादी गतिविधि के अंदर कौन सा कम्युनिकेशन चल रहा है और आप उसे रोक सकते हो। मैं पूछना चाहता हूं प्रधानमंत्री जी को, इस विषय में आपने क्या किया है? उनके पास जवाब नहीं था। അന്ന് രാജ്യത്തെ ഒരാൾ ഇതുപോലെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലേ. ഇതുപോലെ പല ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു പോവാണ്. സത്യമാണ്, നമ്മുടെ കയ്യിൽ ഭരണമുണ്ട്, നമ്മുടെ കയ്യിൽ പട്ടാളമുണ്ട്, നമ്മുടെ കയ്യിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മുടെ കയ്യിൽ കേന്ദ്ര ഇൻ്റലിജൻസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ നമ്മുടെ നേവി ഉണ്ട്, നമ്മുടെ കയ്യിൽ നമ്മുടെ മറ്റ് എല്ലാം നമ്മുടെ കയ്യിലാണുള്ളത്. എന്നിട്ട് പോലും നമുക്ക് എന്തുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യങ്ങളാണ്. അന്ന് ഇങ്ങനെ ഒരാൾ ചോദിച്ചു. ഇന്ന് അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചും ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചു പോവാണ്. കാരണം ഇപ്പം ഈ നടക്കാൻ പറ്റാത്തൊരു കാര്യം സംഭവിച്ചു. ഇനി നിങ്ങളിങ്ങനെ പറയരുത്, നമ്മളിങ്ങനെ ചോദിക്കരുത്, നമ്മൾ ഗവൺമെൻറ്റിന് സപ്പോർട്ട് കൊടുക്കണം. 100% നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷെ നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. ഇനി ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തത് ആൾക്കാർ ചോദിക്കാൻ പോകുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു, രാജ്യ തലസ്ഥാനത്ത് ഇതെങ്ങനെ നടന്നു, ഇതിൻ്റെ കാരണക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു. അതിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ അവർ ഇത്ര 3 മണിക്കൂറോളം ഈ പറഞ്ഞ I-20 കാർ ആ സ്ഥലങ്ങളിലൂടെ കറങ്ങി നടത്തി ഇത്തരത്തിലൊരു ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്ത് അവിടെ പൊട്ടിക്കണമെങ്കിൽ തലേ ദിവസം നമുക്കിതിൻ്റെ കംപ്ലീറ്റ് നമ്മുടെ ഇൻ്റലിജൻസിന് ഇതേപോലെ പല സ്ഥലത്തും സ്ഫോടനം ഉണ്ടാകുന്ന ഉറപ്പുണ്ടായിട്ട് പോലും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ നോക്കിയിരിക്കേണ്ടി വന്ന അവസ്ഥ, പൊട്ടിപ്പോയി ചെതറിയ കഷ്ണങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു പോകുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ചില ചോദ്യങ്ങൾ മറ്റ് സമയങ്ങളിലും ഉയർന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, മഹാരാഷ്ട്ര നമ്മൾ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തും നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മൾ അന്നും ചോദിച്ചിരുന്നു. അന്നും ഇതായിരുന്നു നമ്മുടെ ചോദ്യം. जब दिल्ली में मैडम का राज चलता था, रिमोट कंट्रोल से चलता था, जब महाराष्ट्र में कांग्रेस की सरकार थी, महाराष्ट्र में भी कांग्रेस की सरकार, दिल्ली में भी कांग्रेस की सरकार, और ये 26/11 मुंबई में आतंकवादियों ने हमला करके हमारे अनेक देश के नागरिकों को, देश के जवानों को आतंकवादियों ने गोलियों से भून दिया था. ഇതേ ചോദ്യമാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലോട്ട് വരുന്നില്ല. അന്ന് ഇങ്ങനെ ഒരാൾ ഈ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ എത്രയോ കാര്യങ്ങളുണ്ട്. അയാളെ ചോദിച്ചതിൽ ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു സന്ദേശമുണ്ട്. സന്ദേശമല്ല, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലോട്ട് തിരിഞ്ഞു വരുന്നൊരു ചോദ്യമാണ്. അതായത് അന്ന് കേന്ദ്രം നിങ്ങളുടെ കയ്യിൽ, അന്നത്തെ മഹാരാഷ്ട്ര സർക്കാർ നിങ്ങളുടെ കയ്യിൽ എന്നായിരുന്നു ആ ചോദ്യം. ഇന്ന് അതേ ചോദ്യം തന്നെയാണ് ഇന്നും ചോദിക്കുന്നത്. കേന്ദ്രം നിങ്ങളുടെ കയ്യിൽ, ഡൽഹി സർക്കാർ നിങ്ങളുടെ കയ്യിൽ, എല്ലാം നിങ്ങളുടെ കയ്യിൽ, ഇന്ത്യയുടെ പലതും നിങ്ങളുടെ കയ്യിൽ, പട്ടാളവും ഇൻ്റലിജൻസും എല്ലാം നിങ്ങളുടെ കയ്യിൽ. ഈവൻ പ്രൂഫ് ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൂഫിന്ന് ഇത് നടക്കുന്ന ഉറപ്പുണ്ടായിട്ട് പോലും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നമുക്ക് തടുക്കാൻ പറ്റിയില്ല? ഇന്നിത് പൊട്ടി. ഇന്ന് നമ്മൾ ഭയങ്കരമായിട്ട് രാജ്യത്തിൻ്റെ പല സ്ഥലത്തും നമ്മുടെ സുരക്ഷ ഭയങ്കരമായിട്ട് നമ്മൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെട്ടു. അപ്പോൾ ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു ക്ലീൻ വിത്ത് എവിഡൻസ്, വിത്ത് RDX, വിത്ത് എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കയ്യിൽ, വിത്ത് പ്ലാൻ കിട്ടിയിട്ട് പോലും നമുക്ക് ഇതെന്തുകൊണ്ട് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല? ഇത്രയും ആളുകൾ കൂടുന്ന ഈ ലാൽക്കിലയുടെ അടുത്ത്, അല്ലെങ്കിൽ ഈ ചാന്ദിനി ചൗക്കിൻ്റെ അടുത്ത് ഇത്രയും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഡൽഹി എന്നുള്ള സ്ഥലം നമുക്ക് കിട്ടി. ഇന്നലെ ഡൽഹിയിലോട്ടാണ് ഇവരുടെ എയിം എന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് വണ്ടി കടത്തി വിടുന്നതും, അല്ലെങ്കിൽ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ചെക്കിങ്ങും, 3 മണിക്കൂർ ഒരു വണ്ടിക്കകത്തിട്ട് ഇത്രയും വലിയൊരു സ്ഫോടക വസ്തുക്കൾ കൊണ്ട് നടന്നിട്ട് പോലും നമുക്കൊരു തുരുമ്പ് പോലും അതിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതെല്ലാം ആളുകൾ നോക്കുന്നതും പുറത്തോട്ട് വരുന്നതും. ഇനി മതത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ തീവ്രവാദം കാണിക്കുന്ന ആളുകൾ കുറെ താടി വെച്ച് ഇവന്മാരി കാണിക്കുന്നത് സ്വന്തം ജീവൻ ചാവേറാക്കി കൊടുത്ത് ഇവൻ്റെയൊക്കെ ഏത് മതത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്?
അവിടെ കൂടിയിട്ടുള്ള ആളുകളുടെ കരച്ചിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഇത് ചെയ്തവൻ്റെ മതം നോക്കി പിന്നാലെ പോയി. പക്ഷെ അവിടെ മരിച്ച ആളുകളുടെ മതം നിങ്ങൾ ആരെങ്കിലും നോക്കിയോ? അവിടെ നിന്ന് കരയുന്ന, മരിച്ച ആളുകൾ കരയുന്ന ചില ബന്ധുക്കളുടെ വീഡിയോ ആണിത്. सप्लाई पे नीचे थे, जब से उनका फोन स्विच ऑफ, 7 बजे तक ऑनलाइन थे, 7 बजे स्विच ऑफ हो गया। कहाँ के रहने वाले हैं? बहराइच। बहराइच यूपी। अच्छा, आप यूपी से आ रहे हैं अभी क्या? नहीं, अभी हम यूपी जा रहे हैं। अच्छा, आप इधर दिल्ली में रहते थे? वाले तो मेरा लड़की मेरा बेटी थी, सुनवालान की बेटी है, अब यहीं रहती थी। यही रहती थी? हाँ, किराए पे रह रहे 4 साल से यहीं पे। इधर कुछ काम कर रहे थे? हाँ, वो चलाते हैं रिक्शा बैटरी का। अच्छा, बैटरी रिक्शा चलाते थे। अच्छा, कल से लापता था या? नहीं, कल से जब से गए बस 6 बजे बात हुई थी उनकी कि मैं आ रहा हूँ बस। अच्छा, घर रह रहा हूँ। हाँ, लड़की ने फोन करा कि हाँ कहाँ आ जाओ तुम, कहने लगे मैं अभी आ रहा हूँ बस, तू चल घर को। अच्छा, हाँ बस, फिर फोन ही नहीं लगा। अभी देखा आप उनको देखा है? हाँ, अभी हम तो फिर हमें कुछ पता ही। ഈ മരിച്ചവരിലെ ഒരു മതമൊന്നുമല്ല, മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും പാഴ്സിയും എല്ലാം സിഖും എല്ലാം ഉണ്ട് ഈ മരിച്ച കൂട്ടത്തിൽ. ഇത് മതത്തിൻ്റെ പേരിൽ ഇവൻ കൊല്ലുന്നതാണെങ്കിൽ അത് അവൻ്റെ തെറ്റാന്നുള്ളത് നമുക്കറിയാം. ഒരു മതവും പറഞ്ഞിട്ടില്ല ആരെയും കൊല്ലാൻ, അല്ലെങ്കിൽ സ്വയം ജീവൻ കൊടുത്ത് സ്വയം ഒരു ചാവേറായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഇവൻ ഏത് സ്വർഗത്തിലെത്തുന്നവൻ്റെ വിചാരം ചെയ്ത ആരാണെങ്കിലും. അപ്പം ഒരു മതത്തിനെ പറയുക, അതല്ലെങ്കിൽ അവിടെ മരിച്ച ആളുകളുടെ മതം പറയുകയല്ല നമ്മളിപ്പം ചെയ്തത്, ഞാനിപ്പോൾ ചെയ്തത്. പല വീഡിയോകളും പല കാര്യങ്ങളും വന്നപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ പുറത്തോട്ട് പറഞ്ഞത്. പക്ഷേ ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കേണ്ടി വരും. നമ്മുടെ 2008, 2009 നടന്നിട്ടുള്ള ബ്ലാസ്റ്റിൻ്റെ പേരിലാണെങ്കിലും അതിനുശേഷം അതിന് മുമ്പ് നടന്നിട്ടുള്ള പല ബ്ലാസ്റ്റിൻ്റെ പേരിലാണെങ്കിലും അന്ന് ചോദ്യം ചോദിച്ച അതേ ആളുകൾ ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് തന്നെ അതേ ആളുകളുടെ അടുത്തോട്ട് ഈ ചോദ്യങ്ങൾ വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അതാര് ചോദിക്കും? നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കണം. ഒരു നേതാവോ അതല്ലെങ്കിൽ ഒരാളോ അല്ല ചോദിക്കേണ്ടത്, ഒരു രാജ്യത്തിൻ്റെ നേതാവ് ഒന്നുമല്ല. പാകിസ്ഥാനിൽ നിന്ന് 2-3-4 പേര് വന്നിട്ട് 26 പേരെ മതം പറഞ്ഞിട്ടാണെങ്കിലും ഇവിടെ കൊന്നവർ തിരിച്ചു പോയിട്ട് പിടിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയ നമ്മൾ. അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥ, ഇത്രയും ആളുകൾ 10 പേരുടെ മരണത്തിനിടെ ഇനി എത്ര പേര് മരിക്കുന്ന അറിയില്ല. ഇത് ചെയ്ത ആളുകൾ ആരാണെങ്കിലും ഇവരൊന്നും പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓർക്കുന്നതും പിടിക്കുന്നതും ചാടി ഉണരുന്നതും നമ്മളിതിൻ്റെ പിന്നാലെ നടക്കുന്നതും. പറഞ്ഞതിൽ വല്ല അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടോ അറിയില്ല. കാരണം ചോദിച്ച ആളെ നമ്മൾ കണ്ടു, ഇപ്പം അന്ന് ചോദിച്ച ആൾ എന്താണോ ഏത് പൊസിഷനിലാണോ നമ്മൾ കണ്ടു, ഇന്നും ഇതേ സ്ഥലത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പം ഇതിൻ്റെ അടിവേര് എറിയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. മരണപ്പെടുന്നതിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഉണ്ട്, കൊല്ലുന്നതിലും ഈ പറഞ്ഞ എല്ലാ ജാതികളും ഉണ്ട്.